ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പൊറോട്ടയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് എണ്ണ ഒഴിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് പരത്തുകയോ കുഴക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സോട് കൂടിയ ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണിത്. ഇതിനകത്ത് നിറച്ചിരിക്കുന്ന മസാലയും അതുപോലെ തന്നെ ഇതിൻ്റെ മാവൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ്. ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ ഒരു കറിവേപ്പിലയുടെയും മല്ലിയിലയുടെയും ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ മാവിൽ ഫില്ലിങ്സ് ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൈദയാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് നിറയെ മൈദ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതുപോലെ 1 സ്പൂൺ അളവിൽ 1 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു മുട്ടയുടെ നനവ് കൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചിട്ടെടുക്കാം. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു കപ്പിൽ 1/2 കപ്പ് വെള്ളം എടുത്തതിൽ അതിൻ്റെ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. സാധാ പൊറോട്ടയുടെ അത്രയും കുഴച്ചെടുക്കേണ്ടി വരുന്നില്ല. ഇതുപോലെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവം വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ മാവിൽ ഈ ഓയിലൊന്ന് സെറ്റാവുന്നവരെ മാത്രം ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാൻ ഇതുപോലെ കിഴങ്ങ് ഉടച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 2 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചതച്ചെടുത്തിട്ടുള്ളതാണ് എങ്കിൽ അത് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം. ഒരു 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്ക് ഇതുപോലെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉടച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉടച്ച് വെച്ചിരുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് ചൂടാറിയപ്പോൾ കട്ടയായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ സ്പാച്ച് കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് മസാലപ്പൊടികൾ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, 1 നുള്ള് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരേക്കും ഈ കിഴങ്ങിലെ ഈ ഒരു പൊടികളൊക്കെ പിടിക്കുന്നവരേക്കും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെന്ത് വരുമ്പോൾ ഈ പരുവത്തിലിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് മതിയാവും. അപ്പോഴേക്ക് നമ്മുടെ ഈ മസാല ഇതാ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു മാവ് എടുത്തിട്ട് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇതുപോലെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട്
കൈകൊണ്ട് ഇതൊന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഈ പൊടിയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ചെറുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 പീസൊക്കെ ആക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ കുറച്ച് വലിപ്പത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്ത മാവെല്ലാം ഇതുപോലെ പൊടി തട്ടിയെടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ മാവ് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രമേ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പലഹാരം കറക്റ്റ് പരുവത്തിലും ഷേപ്പിലൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത് മറക്കരുത്. ഇത് നമ്മുടെ പലഹാരം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന മാവ് ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റ് പരുവത്തിൽ ലെയറോട് കൂടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇതേപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതേ സ്പൂൺ അളവിൽ തന്നെ 2 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതിൽ നിന്നും ഒരു ബോൾസ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വട്ടത്തിലല്ല, കുറച്ച് നീളത്തിലാണ് ഇത് പരത്തി റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് ബലം പ്രയോഗിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഓയിലിൻ്റെ മിക്സിൽ ഇതുപോലെ ഒരു ബ്രഷ് മുക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുഴുവനായിട്ടും വേണ്ട, ഇതിൻ്റെ പകുതി മാത്രം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്കി ഭാഗത്ത് റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു കിഴങ്ങിൻ്റെ മസാലയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കുറച്ചൊന്ന് പരത്തി കൊടുത്ത ശേഷം രണ്ടറ്റവും മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മസാലയുള്ള ഭാഗം കുറച്ച് വീതിയിലും മസാല ഇല്ലാത്ത ആ ഒരു ഭാഗം കുറച്ചുകൂടെ ഒതുക്കിയിട്ടും മടക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പകുതി വരേക്കും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മസാല ഇല്ലാത്ത ഈ ഭാഗത്ത് വേണം നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് മസാലയുള്ള ഭാഗം തൊട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇതുപോലെ താഴോട്ടൊന്ന് താത്തി കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം നമുക്ക് താഴോട്ട് വെച്ച് കൊടുത്തൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കറക്കി കറക്കി പരത്തിയെടുത്താൽ മതി. ഒരുപാട് നന്നായി പരത്തിയെടുക്കരുത്, അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതുപോലെ ഈ ഒരു മാവ് റോളാക്കി എടുക്കുന്നത് ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. ഇതുപോലെ മാവ് എടുത്തിട്ട് നന്നായിട്ട് പൊടിയിട്ട് പരത്തിയതിന് ശേഷം ഈ മാവിൻ്റെ പകുതി ഭാഗത്തേക്ക് ഓയിലിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ഈ ഒരു മസാലയും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം മസാലയുള്ള ഭാഗം കുറച്ച് വീതിയിലും മസാല ഇല്ലാത്ത ഭാഗം കുറച്ചൊന്ന് ഒതുക്കിയിട്ടും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ആ ഒരു മസാല ഇല്ലാത്ത ഭാഗത്തേക്ക് കുറച്ച് ഓയിൽ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ആ ഒരു മസാല ഇരിക്കുന്ന ഭാഗം തൊട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് ചപ്പാത്തിക്കോല് കൊണ്ടും പരത്തിയെടുക്കാവുന്നതാണ്. ഒരുപാടിട്ട് പരത്തരുത്, മസാലയൊക്കെ പൊട്ടിപ്പോവും അതിൻ്റെ ലെയറൊക്കെ. ഇതേപോലെ ചെയ്യുന്നത് നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി പരത്തിയെടുത്ത മാവ് ഇതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്, നന്നായിട്ട് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ എത്ര സമയമാണോ വേവിച്ചെടുക്കാൻ വേണ്ടി ഇരിക്കുന്നത് ആ ഒരു സമയം വരേക്കും അതേ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു ഭാഗം വെന്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം പോലെ തന്നെ ഇനി താഴത്തെ ഭാഗവും വെന്ത് വരണം. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ പൊറോട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തൊക്കെ നിറയെ ഫില്ലിങ്സ് ആയിട്ട് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.